ഇന്ന് നമ്മൾ എൻ്റെ ഉപ്പൻ്റെ ഫാമിലിയിലുള്ള ഒരു സ്പോർട്സ് മീറ്റിനാണ് പോണത്. വൈകുന്നേരം തുടങ്ങിയ പരിപാടിയാണെങ്കിലും നമ്മളിവിടെ എത്തിയപ്പോഴൊക്കെ നേരെ വൈകിക്കിന്. അപ്പോൾ പോയപ്പോൾ തന്നെ കസാരകളി, കുട്ടികളെ കസാരകളി ആയതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിനെ കുറേ വിളിച്ച്, പക്ഷെ ഓള് പോയില്ല. അങ്ങനെ ലാസ്റ്റ് ഓള് പോയി. ഞാൻ വിചാരിച്ചു ഇപ്പോൾ തൂക്കുന്ന, പക്ഷെ ഇത്രയും ആൺകുട്ടികളെ നടുവിൽ ഓള് മാത്രമേ ഒരു ഗേളായിട്ടുള്ള. അങ്ങനെ ലാസ്റ്റ് ഓള് തോറ്റ്. ഇപ്പുറത്താണെങ്കിലോ വലിയ ക്രിക്കറ്റിന്റെ എന്തൊക്കെയോ പരിപാടി ചെയ്യും. അങ്ങനെ കസാരക്കളി നോക്കിന്ന് ലാസ്റ്റനാണ് ജയിച്ചത്. ഓന്റെ സന്തോഷം കണ്ടില്ലേ? ഓ, പിന്നെ വല്ല ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. എന്റെ അനിയത്തി മാത്രമേ ഓലെ ക്ലാപ്പ് അടിച്ച് പ്രോത്സാഹിപ്പിക്കണുള്ളൂ. ബാക്കി എല്ലാവരും കഥ പറഞ്ഞു കുത്തിരിക്കുകയാണ്. ഇവലിങ്ങനെ അവിടെ നിൽക്കുമ്പോ എന്നാലും ഞാൻ ആലോചിക്കണേ ഈ 3 ബോളിനെ പറ്റിയ അതെങ്ങനെ അവിടെ എത്തി, അത് ഒരുമിച്ചിട്ട്. ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ കാത്തിരുന്ന് നമ്മളെ ക്രിക്കറ്റ് ഇവിടെ തുടങ്ങാൻ പോകണം. ഇവളിപ്പോ ചിന്തിക്കണേ ഞാനെങ്ങനെ ഈ വല കിടന്നിട്ട് അപ്പുറത്ത്. പിന്നെ അവിടെ ഞാൻ 2 സേനാത്തമാരെ കണ്ടിട്ടും വല എന്താണാവോ കുറ്റം പറയുന്നത്. ഇവല് ക്രിക്കറ്റ് കളിക്കാണ്ടിട്ടാ തോന്നുന്നു. പിന്നെ ഈ ക്രിക്കറ്റിനെ പറ്റി ഫുട്ബോളിന്റെ അത്ര എനിക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്റെ ശ്രദ്ധ വേറെ അങ്ങോട്ടോ അയിനു. കണ്ടില്ലേ, അങ്ങോട്ടേനു. ഇന്നാലും ഈ മാങ്ങ തൂങ്ങി എടുക്കുന്നുണ്ട്, എനിക്ക് സൈക്കില്ലാന്ന്. അങ്ങനെ അവസാനം നമ്മളെല്ലാരും കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുന്നു ഗായ്സ്. എൻ്റെ ഉപ്പാണ് ഇപ്പോൾ കളിക്കാൻ. യെസ് ഗായ്സ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ബോൾ അടിക്കലും എൻ്റെ ഉപ്പ തോക്കലും ഒരുമിച്ചായിരുന്നു. ഇപ്പത്തേനും നമുക്ക് ഇവിടെ ഫുഡ് ഉണ്ട്. പൊറാട്ടയും നല്ല ചിക്കൻ കറിയും. ഓല് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴോ എൻ്റെ ഉപ്പ രണ്ടാമത് കളിക്കാൻ ഇറങ്ങിക്കിനെ. അങ്ങനെ അതും പോയി. പിന്നെ എൻ്റെ ഉപ്പക്ക് എവിടെങ്കിലും ക്യാമറ കണ്ടാല് അങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. പിന്നെ ബോൾ അടിക്കാതിരുന്നാല് ഫസ്റ്റ് കൊടുക്കണല്ലോ. പിന്നെ ഇത് കണ്ടു ഗൈസ്, പിന്നെ ആ കുട്ടീന്റെ അനിയത്തി ഫുള്ള് സ്നേഹം കൊടുക്കലായിരുന്നു. കണ്ടില്ലേ? പിന്നെ അതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ ഞാനത് അങ്ങോട്ട് വന്നപ്പോ ഇവല് എന്തൊക്കെയോ കച്ചവടം ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേ ഇല്ല, എന്തായാലും എൻ്റെ കയ്യിൽ പൈസയും ഇല്ല, ഞാൻ വാങ്ങാൻ പോണില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഓല വെറുതെ ഒന്ന് പറ്റിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഏതോ ഒരു ടീം ജയിച്ചിട്ടുണ്ട്. പിന്നെ ഓല അവിടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എൻ്റെ അനിയത്തി ഇവിടുന്ന് ഫുട്ബോൾ കളിക്കാനും. ഓക്ക് പിന്നെ ഈ ക്രിക്കറ്റിനോടൊന്നും താല്പര്യമില്ല തോന്നണേ. ഇതിപ്പോ എങ്ങനെ ഉള്ളിലെത്തിന്നല്ലേ നിങ്ങളിപ്പോ വിചാരിക്കണേ. എനിക്ക് പിന്നെ വേറൊരു കുരുപ്പും കൂടി ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇവലെല്ലാരും പറയാ എന്റെ മമ്മീജി ഭയങ്കര പാവാന്ന്. പിന്നെ നമുക്ക് അത് കേട്ടാ മതിയല്ലോ. അങ്ങനെ ഗായ്സ്, നമ്മളെ പരിപാടി ഇതുവരെ കഴിഞ്ഞില്ല. ഇനി ഒരു പരിപാടിയും കൂടി ബാക്കിയുണ്ട്. ഇവലൊക്കെ എന്തിനാ ഇങ്ങനെ ചുറ്റും കൂടി നിക്കണത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മളെ ടാസ്ക്. ഇങ്ങനെ കാലൊക്കെ പൊന്തിച്ച് ഇങ്ങനെ നിക്കണം. ലാസ്റ്റ് വരെ നിക്കണ ആളാണ് വിന്നർ. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ വല്ല സ്റ്റെപ്പൊക്കെ എങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ പറയാം. ലാസ്റ്റ് ഈ ഒരു താത്താനും വിന്നർ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ബൈ.